അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്താണെന്ന് പറഞ്ഞു. ക്ലിയർ? ഇനി അടുത്ത് ഞാൻ പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ആണ്. ഇതൊരു ഡെറിവേഷനാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഡൈപോൾ എന്ന്? എന്താണ് ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഒരു +q ഉണ്ടായിരിക്കും, ഒരു -q ഉണ്ടായിരിക്കും അല്ലേ. രണ്ടാളെ മാഗ്നിറ്റ്യൂഡ് സെയിം, സൈന് ഡിഫറൻറ്റ്. അവർക്കിടയിലുള്ള വെരി സ്മോൾ ഡിസ്റ്റൻസ് ആണ് 2a. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ? ഏതെങ്കിലും ഒരു ചാർജ് എടുത്ത് ഡിസ്റ്റൻസിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ P = Q × 2a. ക്ലിയർ? ഇതൊക്കെ നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇനി അതേപോലത്തെ നമ്മൾ ആ യൂണിറ്റിൽ 2 ഡെറിവേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ എടുത്തു, അതിൻ്റെ ആക്സിയൽ അല്ലേ, ഇങ്ങനെ വരുന്ന ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് എടുത്തു, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ നമ്മളൊരു ലൈൻ എടുത്തു, പെർപെൻഡിക്കുലർ ഇക്വറ്റോറിയൽ ലൈൻ, അവിടുത്തെ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. 2 ഡെറിവേഷൻസ് അല്ലേ. ഇനി അതേപോലെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതേ ഡൈപോൾ വെച്ചിട്ട് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഫീൽഡും ഉണ്ടാവും പൊട്ടൻഷ്യലും ഉണ്ടാവും. ഫീൽഡാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇനി നമ്മൾ എന്താ കാണാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ. പക്ഷേ ഫീൽഡ് പോലെ അത്ര ബുദ്ധിമുട്ടില്ല, കാരണം ഫീൽഡ് നോക്കുമ്പോൾ ഡയറക്ഷനൊക്കെ നോക്കിയിട്ടാണ് ആഡ് ചെയ്യാൻ അല്ലേ, വെക്ടറാണ്. പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ ആയ കാരണം സ്കാലാറാണ്, വാല്യൂ കണ്ടിട്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ അവിടുത്തെ പോലെ 2 ഡെറിവേഷൻ ഇവിടെ വരുന്നില്ല, കാരണം അവിടെ നമ്മൾ ആക്സിയൽ ലൈനിൽ ചെയ്തു, ഇക്വറ്റോറിയൽ ലൈനിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു കോമൺ പോയിന്റിൽ ചെയ്യും, എന്നിട്ട് അത് ആക്സിയലിലും ഇക്വറ്റോറിയലും അപ്ലൈ ചെയ്താൽ മതി ആംഗിൾ വെച്ചിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ജനറൽ പോയിന്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കഴിഞ്ഞ 2 ഡെറിവേഷനെക്കാട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ആണ്. ക്ലിയർ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം ഒരു ഡൈപോൾ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോഴാണ് ഇത്ര വലുതാക്കിയൊക്കെ വരയ്ക്കുക, സാധാരണ ഇത് വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ ഇയാൾ -q എടുത്തു, ഇയാളെ +q എടുത്തു. ക്ലിയർ? -q +q, കാരണം ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. പിന്നെ അവർക്കിടയിലുള്ള സെപ്പറേഷൻ നമ്മൾ എപ്പോഴും എത്ര എടുക്കാറ്? 2a എടുക്കാറ് അല്ലെ. ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ നമ്മൾ എപ്പോഴും എത്ര എടുക്കാറ്? 2a. ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ 2a. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. നമുക്കറിയാം, ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആക്സിയൽ ലൈനാണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ. ഞാൻ ഇപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് എടുത്തു, എന്നിട്ട് ആക്സിയൽ ഇക്വറ്റോറിയൽ അപ്ലൈ ചെയ്താൽ മതി. അതാണ് എളുപ്പം അല്ലേ. അപ്പോൾ ഈ ഡെറിവേഷൻ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, P എന്ന് പറഞ്ഞൊരു പോയിന്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, P എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. ക്ലിയർ? ആ P എന്ന് പറഞ്ഞ പോയിന്റ് -q ഞാൻ R1 ഡിസ്റ്റൻസ് എടുത്തു. അതേപോലെ തന്നെ +q ഞാനൊരു R2 ഡിസ്റ്റൻസ് കൊടുത്തു. R2 ഡിസ്റ്റൻസ് കൊടുത്തു. ക്ലിയർ? ഒന്ന് R1 ഡിസ്റ്റൻസ് കൊടുത്തു, അടുത്ത് എന്ത് കൊടുത്തു? R2 ഡിസ്റ്റൻസ് കൊടുത്തു. ക്ലിയർ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് ഞാൻ A കൊടുത്തു, ഈ പോയിന്റ് P കൊടുത്തു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ഞാൻ R1 എടുത്തു, ഈ ഡിസ്റ്റൻസ് ഞാൻ എന്തെടുത്തു? R2. പിന്നെ അതേപോലെ തന്നെ ഇയാളെ മിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ Pയിലേക്ക് ഈ മിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഞാൻ R കൊടുത്തു. മാറിപ്പോരുത്, -q എന്നുള്ള ഡിസ്റ്റൻസ് ആണ് R1, +q എന്നുള്ള ഡിസ്റ്റൻസ് ആണ് R1. ഇയാളെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് A ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് A ആയിരിക്കും, കാരണം മൊത്തം ഡിസ്റ്റൻസ് 2a അല്ലേ. മൊത്തം ഡിസ്റ്റൻസ് 2a ആയതുകൊണ്ട് A ആയിരിക്കും. ഈ ആംഗിൾ ഞാൻ θ എടുത്തു, ഈ ആംഗിൾ ഞാൻ θ എടുത്തു. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ഒരു ഡൈപോൾ ഞാൻ കൺസിഡർ ചെയ്തു, +q -q. ഡൈപോളിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2a. -q എന്ന് ഈ P എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ടു ഫൈൻ V at P ഡ്യൂ ടു ഡൈപോൾ. ക്ലിയർ? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ P എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ. നമുക്കറിയാം, P എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ -q കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഈ +q കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടി. പൊട്ടൻഷ്യൽ സ്കാലാർ അല്ലേ. അപ്പോൾ നമ്മൾ എയിം എന്താ വെച്ചാൽ ടു ഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ P ഡ്യൂ ടു ഡൈപോൾ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R1, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R2, ഡൈപോളിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് R. അതുകൊണ്ടാണ് ഇത് എയും ഇത് എയും. അപ്പോൾ ഈ ആംഗിൾ θ വരും. ക്ലിയർ? അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് P.
ശ്രദ്ധിക്കുക, വി അറ്റ്, ഞാൻ വി എന്ന് എഴുതുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് എഴുതണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ. ആദ്യം പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? V1 അല്ലേ? പ്ലസ് ടു കാരണം ഇപ്പോൾ ഇത് 2 എടുത്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് V2 എടുക്കാം, പ്രശ്നമൊന്നുമില്ല. V2 ഈസ് ഈക്വൽ ടു 1/4πε0 ചാർജ് ക്യൂ. ചാർജ് ക്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R2. ക്ലിയർ? ഇക്വേഷൻ 1 1/4πε0 Q/R2. കറക്റ്റ്. ഇനി മൈനസ് ക്യൂ കാരണമുള്ള പൊട്ടൻഷ്യലാണ് എഴുതുന്നത്. അപ്പോൾ V at P ഡ്യൂ ടു മൈനസ് ക്യൂ. മൈനസ് ക്യൂ കാരണം ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് ഞാൻ ഇനി എഴുതുന്നത്. അപ്പോൾ എന്തോരം V1 എന്ന് എഴുതാം. കാരണം ഞാൻ V1 എടുക്കാനുള്ള ഇനി ഡിസ്റ്റൻസ് ഞാൻ R1 എടുത്തോണ്ടാം. അങ്ങനെ ഇനി ഇത് R1 ഇത് R2 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒന്നും പ്രശ്നമല്ല. ആ V1 ഇസിക്കൽ എന്തോരും 1/4πε0 സൈന് നോക്കണം. ഞാൻ അതാ പറഞ്ഞത്, പൊട്ടൻഷ്യൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആരും കൂടി നോക്കണം? സൈനും കൂടി നോക്കണം അല്ലേ? കാരണം സ്കാലറാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അങ്ങനെ നോക്കാറില്ല. ഡയറക്ഷൻ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് വെച്ചാണ് ചെയ്യാറ്. പക്ഷേ പൊട്ടൻഷ്യൽ സ്കാലർ ആയ കാരണം സൈനും കൂടി നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മൈനസ് ഒരാളാണ്. അപ്പോൾ 1/4πε0 - Q/R1. ക്ലിയർ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോൾ പി എന്ന് പറഞ്ഞ പോലെ ഇയാൾ കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇയാൾ കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി അല്ല കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എന്താ എഴുതാ? ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി. ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി. ക്ലിയർ? എന്ത് ചെയ്താൽ മതി? വി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? V1 + V2 ചെയ്താൽ മതി. നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ നേരിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1/4πε0 ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ് അല്ലേ? അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കോമൺ ടേംസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? 1/4πε0 അല്ലെങ്കിൽ Q നമുക്ക് പുറത്തേക്ക് എടുക്കാം. ക്ലിയർ? Q പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് എന്താ എഴുതാ? 1/R2 - 1/R1 വരും. ക്ലിയർ ആണോ? ഇത്രയും ഞാൻ എഴുതിയത് മനസ്സിലായിട്ടുണ്ടോ? കാരണം നമ്മൾ നേരിട്ട് ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ഇത് മൈനസ് വരും, ഇത് പ്ലസ് വരും. അപ്പം മൈനസുള്ള ടൈമിനെ രണ്ടാമത് എഴുതിയുള്ളൂ, പ്ലസ് ഉള്ള ടൈമിനെ ഫസ്റ്റ് എഴുതിയുള്ളൂ അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? Q/4πε0 1/R2 - 1/R1. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്ലസ് തന്നെയാണ്, ഇത് മൈനസ് തന്നെയാണ്. അത് തന്നെയല്ല വന്നിട്ടുള്ളത്. കിട്ടി. ക്ലിയർ? ഇനി ഞാനൊരു ചെറിയൊരു ഇപ്പം ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പി എന്ന് പറയുന്നത്. ഇനി ഞാൻ ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ വരുത്തുന്നുണ്ട്, കാരണം എൻ്റെ ആൻസർ ഇൻ ടേംസ് ഓഫ് ആറിൽ കിട്ടണം. ഇപ്പം കിട്ടിയ ആൻസേഴ്സ് ഇൻ ടേംസ് ഓഫ് R1 R2 ഞാനത് ഇൻ ടേംസ് ഓഫ് ആറിൽ എഴുതും, ജനറൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ തീറ്റയല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ? പെർപെൻഡിക്കുലർ എന്നാൽ ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി വരും. ക്ലിയർ? അതേപോലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്കും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇവരെ മൊത്തം ഡിസ്റ്റൻസ് 2a കേട്ടോ. ഇവരെ മൊത്തം ഡിസ്റ്റൻസ് 2a. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ വരില്ലേ? ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഡ്രോ എ പെർപെൻഡിക്കുലർ എലോങ് ദിസ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ എ എടുത്തു, ഈ പോയിന്റ് ഞാൻ എ എടുത്തു, ഈ പോയിന്റ് ഞാൻ ബി എടുത്തു, ഈ പോയിന്റ് ഞാൻ സി എടുത്തു. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇനി നിങ്ങൾ ചിത്രത്തിൽ റീഅറേഞ്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ എടുക്കുക, അതേപോലെ ഇങ്ങോട്ടേക്കും വരയ്ക്കുക. ക്ലിയർ? കാരണം ഞാൻ ആൻസർ ഇൻ ടേംസ് ഓഫ് ആറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് തീറ്റയല്ലേ? അപ്പോൾ ഇത് തീറ്റയാകുമ്പോൾ ഈ എ ബി എന്നുള്ള ഡിസ്റ്റൻസ് ആർക്ക് തുല്യമായിരിക്കും? കാരണം ഇത് എ അല്ലേ, ഇത് ഈ സൈഡ് എ അല്ലേ, ഇതൊരു, അപ്പോൾ എ എന്ന് പറഞ്ഞ സംഭവം അല്ലേ ഹൈപ്പോട്ടനസ് ആയിട്ട് വരിക. ക്ലിയർ? ഇതല്ല അഡ്ജസൻറ്റ് സൈഡ്, ഇതല്ല ഓപ്പോസിറ്റ് സൈഡ് വരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ എ ബിക്ക് വരം എ കോസ് തീറ്റ എന്ന് എഴുതി കൂടെ പറ്റുമോ? കാരണം നമുക്ക് എന്താ വരിക? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക? കോസ് തീറ്റ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഹൈപ്പോട്ടനസ് എ അല്ലേ? അപ്പോൾ നമുക്ക് എ ബിക്ക് വരെ എന്താ എഴുതാം? എ ബി ഈക്വൽ ടു എ കോസ് തീറ്റ ആയിരിക്കും. എ ബി ഈക്വൽ ടു എ കോസ് തീറ്റ ആയിരിക്കും. അതേപോലെ തന്നെ എ സി എന്ന് പറഞ്ഞത് എന്ത് തന്നെ വരിക? എ കോസ് തീറ്റ എന്ന് വരിക. എ സി ഈക്വൽ ടു എ കോസ് തീറ്റ. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ സൈഡ് എ, ഇത് തീറ്റ. അപ്പോൾ അത് അഡ്ജസൻ്റ് ആണ്. അഡ്ജസൻ്റ് ആകുമ്പോൾ കോസ് എടുത്താൽ മതി, കാരണം കോസ് തീറ്റ ഇസ് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻ്റ് അല്ലേ? അപ്പോൾ അഡ്ജസൻ്റ് കാണാൻ എ കോസ് തീറ്റ. ഇവിടെയും തീറ്റ വരും, ഈ ആംഗിൾ തീറ്റ ആകുമ്പോൾ ഇതും തീറ്റ വരും. അപ്പോൾ എ സി എന്ത് കിട്ടും? എ കോസ് തീറ്റ കിട്ടി. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ ഇത് വെച്ചിട്ട് നമുക്ക് ഈ R1-നും R2-നും മാറ്റി എഴുതിക്കൂടെ? ഇനി നിങ്ങൾ നോക്കുക, ഈ R1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ല R1 വന്ന് ഇത് തന്നെയല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കാം. നമ്മൾ ഇങ്ങനെയല്ല കറക്റ്റ് വരച്ചത്.
അപ്പോൾ ഇയാളും R1 തന്നെയല്ലേ. അപ്പോൾ R1 വരയ്ക്ക് എന്താ എഴുതാം? R1 ഈക്വൽ ടു, ഈ ചിത്രത്തിൽ നിന്ന് R1 ഈക്വൽ ടു എന്ത് വരും? ഇതേ പ്ലസ് ഇത് എഴുതിയാൽ പോരെ. കാരണം R1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതേ പ്ലസ് ഇത് എഴുതിയാൽ R1 കിട്ടൂല. അപ്പോൾ R1 വരയ്ക്ക് എന്താ എഴുതാം? R പ്ലസ് എ കോസ് തീറ്റ എന്ന് എഴുതി കൂടെ. R പ്ലസ് എ കോസ് തീറ്റ എന്ന് എഴുതി കൂടെ. ക്ലിയർ? കാരണം R1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, അത് തന്നെയാണ് ഇതേ പ്ലസ് ഇത്. ക്ലിയർ? അപ്പോൾ R1 ഇസ് ഈക്വൽ ടു R പ്ലസ് എ കോസ് തീറ്റ. ഇനി R2 ഈക്വൽ ടു എന്താ എഴുതാം? R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതും ഇതും തുല്യമല്ലേ? ഇങ്ങനെയല്ല നമ്മൾ വരച്ചത് പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ ഡിസ്റ്റൻസും തുല്യമായിട്ടല്ലേ വരിക. അപ്പോൾ എന്താ വരിക? ഈ R2 വരയ്ക്ക് എന്താ എഴുതാ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് മതി. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R ആണ്. ഈ ഡിസ്റ്റൻസ് എ കോസ് തീറ്റയും. അപ്പോൾ R2 എന്ത് വരും? R2 ഇസ് ഈക്വൽ ടു R മൈനസ് എ കോസ് തീറ്റ. മനസ്സിലായോ? കാരണം ആൻസർ ഇൻ ടേംസ് ഓഫ് ആറിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. നമ്മുടെ ചിത്രത്തിൽ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് തീറ്റ, ഇത് തീറ്റ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എ കോസ് തീറ്റ, ഈ ഡിസ്റ്റൻസ് എ കോസ് തീറ്റ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് R1. ഈ R1 എപ്പോഴും ആർക്ക് തുല്യമാണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് R പ്ലസ് എ കോസ് തീറ്റ. ഇനി R2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, അത് ഇയാൾക്ക് തുല്യമാണ്. ഈ രണ്ട് വാല്യൂ ഇങ്ങനെയല്ലേ വരിക. സോ ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ അത് തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R2. അപ്പോൾ R2 എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ 6. അപ്പോൾ ഇയാൾ കുറയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും? R മൈനസ് എ കോസ് തീറ്റ. ക്ലിയർ? അതിന് ഇത് ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V ഈക്വൽ ടു Q/4πε0 ഓൾറെഡി അവിടെ ഉണ്ട്. ക്ലിയർ? ഇനി ഇതെന്താ വരിക? ഇത് വേണം നമുക്ക് LCM വെച്ച് എഴുതാം അല്ല. LCM വെച്ച് എഴുതുമ്പോൾ എന്ത് ചെയ്യും? R1 മൈനസ് R2 ഡിവൈഡിങ് ബൈ R1 R2 എന്നല്ല വരിക ആണോ? അപ്പോൾ അതാ നല്ലത്. കുറച്ചും കൂടി എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഭവത്തിനെ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഞാൻ എന്ത് എഴുതി? LCM എടുത്ത് എഴുതുമ്പോൾ എന്ത് വരും? R1 മൈനസ് R2 ഡിവൈഡിങ് ബൈ R1 R2 വരും. ക്ലിയർ? LCM എടുക്കുമ്പോൾ R1 R2 പിന്നെ R1 മൈനസ് R2 വരും. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ 4 കൊടുത്തു. ഇക്വേഷൻ 4. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 4 കൊടുത്താൽ മതി അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 4. അപ്പോൾ 4 കൊടുക്കുമ്പോൾ എന്ത് വരും? V ഈസ് ഈക്വൽ ടു Q/4πε0. R1 വാല്യൂ ഇപ്പം എന്താ കിട്ടിയത് നിങ്ങൾക്ക്? R പ്ലസ് എ കോസ് തീറ്റ അല്ലേ? സോ ദിസ് ഇസ് R പ്ലസ് എ കോസ് തീറ്റ. ക്ലിയർ? മൈനസ് R2 വാല്യൂ. R2 എത്ര കിട്ടിയത്? R മൈനസ് എ കോസ് തീറ്റ. R മൈനസ് എ കോസ് തീറ്റ. ക്ലിയർ? ഡിവൈഡിങ് ബൈ R1 R2 എന്ന് എന്ത് വരും? R പ്ലസ് എ കോസ് തീറ്റ ഇൻറ്റു R മൈനസ് എ കോസ് തീറ്റ. ക്ലിയർ? ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V ഇസ് ഈക്വൽ ടു Q/4πε0. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? R പ്ലസ് എ കോസ് തീറ്റ എന്ത് വരും? R പ്ലസ് എ കോസ് തീറ്റ അവിടെ ഉണ്ട്. ക്ലിയർ? ഇനി മൈനസ് R വരും. ക്ലിയർ? മൈനസ് R. ഇനി മൈനസ് ഓഫ് മൈനസ് ആരാവും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പ്ലസ് എ കോസ് തീറ്റ. ക്ലിയർ? ഡിവൈഡിങ് ബൈ ഇത് A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മാത്സിൽ? A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാൽ A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ? A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ വരും. ക്ലിയർ? കാരണം A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? V ഈക്വൽ ടു Q/4πε0. ഇത് ആഡ് ചെയ്യുക. ഈ ആറും ക്യാൻസൽ ആവും. കാരണം ഇത് പ്ലസ് ആറും ഇത് മൈനസ് ആറും ആണ്. ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ A കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ. അപ്പോൾ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 2A കോസ് തീറ്റ ഡിവൈഡിങ് ബൈ നമുക്ക് എന്ത് കിട്ടും? R സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ക്ലിയർ? R സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി നമ്മളിവിടെ പറയുന്നത് ശരി R സ്ക്വയർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഏതാ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R സ്ക്വയർ. ക്ലിയർ? ഈ A എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. കാരണം നമുക്കറിയാം ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ ഇത്രയൊക്കെ വരയ്ക്കാറ്. വെരി വെരി സ്മോൾ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ഡിസ്റ്റൻസ് എടുത്തത്. അപ്പോൾ ഈ 2A എന്നുള്ള വാല്യൂ എന്താണ്? വെരി സ്മോൾ ആണ്. അതിൻ്റെയും പകുതിയാണ് A.
അതിൻ്റെ സ്ക്വയർ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 0.01 ആണ് അല്ലെങ്കിൽ 0.02 ആണ് 2a എന്ന് വിചാരിക്കുക. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.01, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.00 ആണ് വരിക, 001 വരും. അപ്പോൾ ഈ വാല്യൂ എന്താണ്? വെരി വെരി സ്മോൾ അല്ലേ? അപ്പോൾ നമുക്ക് ആരെ നെഗ്ലക്റ്റ് ചെയ്യാം? ഈ രണ്ടാമത്തെ ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇഫ് ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം നിങ്ങൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 0.01 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ 0.001 വരും. പിന്നെ കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ 1 അല്ലേ? അപ്പോൾ നമുക്ക് ഈ വാല്യൂ വളരെ വളരെ സ്മോൾ ആയിരിക്കും, ഇയാൾ വളരെ കൂടുതലാണെങ്കിൽ. അപ്പോൾ ആരെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം? എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഈക്വൽ ടു എന്ത് കിട്ടി? Q/4πε0. വി ഈക്വൽ ടു Q/4πε0. ബാക്കി ആരുണ്ട്? 2a കോസ് തീറ്റ. ശ്രദ്ധിക്കുക, 2a കോസ് തീറ്റ ഡിവൈഡിങ് ബൈ r സ്ക്വയർ ഉണ്ടാവുള്ളൂ. ക്ലിയർ? കാരണം ഈ ടേമിനെ ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു, സ്മോൾ ആയ കാരണം അല്ലേ? ഇനി നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നിങ്ങൾ പഠിച്ചില്ലേ? എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഫോർമുല? P ഈക്വൽ ടു Q ഇൻറ്റു 2a അല്ലേ? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P ഈസ് ഈക്വൽ Q ഇൻറ്റു 2a. ഇവിടെ Q ഇൻറ്റു 2a എന്നുള്ള ടേം വരുന്നില്ലേ? അതിലൂടെ നമുക്ക് എന്ത് കൊടുക്കുക? ഡൈപോൾ മൊമെന്റ് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? V ഈക്വൽ ടു എന്ത് കിട്ടി? 1/4πε0 അവിടെ ഉണ്ട്. പിന്നെ Q ഇൻറ്റു 2aക്ക് വരാം P, പിന്നെ ഒരു കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ P കോസ് തീറ്റ ഡിവൈഡിങ് ബൈ r സ്ക്വയർ. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, കാരണം ഇയാൾ എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇയാളൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ ഓൾറെഡി ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ -q, ഇവിടെ +q. ആദ്യം ഈ പോയിന്റിലെ ഇയാൾ കാരണമുള്ള പൊട്ടൻഷ്യൽ കണ്ടു, ഇയാൾ കാരണമുള്ള പൊട്ടൻഷ്യൽ കണ്ടു, രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ ആൻസർ R1ലും R2ലും. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഞാൻ ഇവിടെ 2 പെർപെൻഡിക്കുലർ വെച്ചപ്പോൾ ഈ ഡിസ്റ്റൻസ് a cos തീറ്റ, ഈ ഡിസ്റ്റൻസ് a cos തീറ്റ, അഡ്ജസ്റ്റന്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ cos a വരുള്ളൂ. ഇനി അത് വെച്ചിട്ട് ഈ R1നെയും R2നെയും ഞാൻ റീപ്ലേസ് ചെയ്തു അല്ലേ? R1 R + a cos തീറ്റയും R2 R - a cos തീറ്റയും. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജസ്റ്റ് സിംപ്ലിഫിക്കേഷനേ ഉള്ളൂ, മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ. ഫൈനലി എന്ത് ചെയ്തു? ഈ ടേം വളരെ സ്മോൾ ആയ കാരണം നെഗ്ലക്റ്റ് ചെയ്തു. പിന്നെ Q ഇൻറ്റു 2aക്ക് വരാം ഡൈപോൾ മൊമെന്റ് എടുത്തു. അങ്ങനെ എന്ത് കിട്ടി? V = 1/4πε0 P cos തീറ്റ ബൈ r സ്ക്വയർ. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതാണ് ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ. ഇനി നമുക്കത് ആക്സിയൽ പോയിന്റും ഇക്വറ്റോറിയൽ പോയിന്റ്, അത് എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഞാൻ V അറ്റ് ആക്സിയൽ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ ആക്സിയലും ഇക്വറ്റോറിയലും നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? V അറ്റ് ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ നോക്കുക, ആക്സിയൽ പോയിന്റിൽ എന്ത് സംഭവിക്കും? ആക്സിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുക. ആക്സിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഇവിടെ വരണം. അപ്പോൾ തീറ്റ എത്ര വരും? ഇതല്ല നമ്മൾ ആംഗിൾ തീറ്റ, ശരിയല്ലേ? അപ്പോൾ ആക്സിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആക്സിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പോൾ തീറ്റ എത്ര വരും? കാരണം ഇങ്ങനെ ഇരിക്കുന്ന ലൈൻ ഇങ്ങോട്ട് വരണം. അപ്പോൾ തീറ്റ 0 വരും. ക്ലിയർ? അപ്പോൾ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ത് വരും? തീറ്റ = 0 ഡിഗ്രി. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ cos 0ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. cos 0 1. അപ്പോൾ V എന്ത് കിട്ടും? V = 1/4πε0 P/r സ്ക്വയർ കിട്ടും. ക്ലിയർ? അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ആദ്യം ഞാൻ P എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നത് ആക്സിയൽ ലൈനിൽ. ആക്സിയൽ ലൈനിൽ എടുക്കുമ്പോൾ ഈ ലൈന്. അപ്പോൾ ഈ P എന്ന് പറഞ്ഞാൽ ഈ വരച്ച ലൈൻ ഇങ്ങോട്ട് പോകും. അപ്പോൾ തീറ്റ 0 വരും. തീറ്റ 0 വരുമ്പോൾ cos 0 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/4πε0 P/r സ്ക്വയർ. ക്ലിയർ? ഇനി അടുത്തത് V at ഇക്വറ്റോറിയൽ ലൈൻ. V at ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എവിടെ എടുക്കണം? കറക്റ്റ് ഇവിടെ എടുക്കണം. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം P. അപ്പോൾ എത്ര വരും ആംഗിൾ? കറക്റ്റ് ഇവിടെ വരില്ലേ? ഇവിടെ വരുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി വരും. തീറ്റ എത്ര വരും? 90 ഡിഗ്രി വരും. തീറ്റ = 90 ഡിഗ്രി. ആരാണ് cos 90? cos 90 0. അപ്പോൾ V എന്ത് കിട്ടും? 0 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് പഠിക്കേണ്ടത്. ജനറൽ എക്സ്പ്രഷൻ പഠിക്കുക. V = 1/4πε0 P cos തീറ്റ ബൈ r സ്ക്വയർ. പിന്നെ അത് ആക്സിയൽ ലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആക്സിയൽ ലൈനിൽ തീറ്റ 0 വരും. തീറ്റ 0 വരുമ്പോൾ 1/4πε0 P/r സ്ക്വയർ. ഇക്വറ്റോറിയൽ ലൈനിൽ തീറ്റ 90. ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. അപ്പോൾ തീറ്റ 90 വരും. തീറ്റ 90 വരുമ്പോൾ 0 കിട്ടും. ക്ലിയർ? പക്ഷെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയില്ലായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിൽ നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്, ഇക്വറ്റോറിയൽ ലൈനിൽ നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്. അതിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പൊട്ടൻഷ്യൽ അങ്ങനെയല്ല. ഇക്വറ്റോറിയൽ ലൈനിൽ 0 ആണ്, ആക്സിയൽ ലൈനിൽ 1/4πε0 P/r സ്ക്വയർ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്.
1/4πε0 P cos θ by r square. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു, അതിനുശേഷം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോളും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? യു ആണ് അതിൻ്റെ സിമ്പൽ. അപ്പോൾ 4 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് കൂളംസ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അടുത്ത എന്തായിരുന്നു? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അത് രണ്ടും നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചു. ഈ യൂണിറ്റിൽ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ അടുത്താണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. അപ്പോൾ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട, വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് from infinity to a point. This work store as u. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ വർക്ക് കണ്ടു, എന്നിട്ട് ആ വർക്കിന് എന്ത് ചെയ്തു? ടെസ്റ്റ് ചാർജ് ഇട്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് പൊട്ടൻഷ്യൽ കിട്ടിയത്. ക്ലിയർ? കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്ടത്? V is equal to, പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ്? V equal to W by Q0 ആയിരുന്നു. ഓർമ്മല്ലേ? ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ്, ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു 1 point. അപ്പോൾ V is equal to W by Q0. അങ്ങനെ നമ്മൾ ഒരു പോയിന്റ് ചാർജിലെ വർക്കൊക്കെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, എന്നിട്ട് അവസാനം Q0 ടു ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടി. ക്ലിയർ? ഇതിൻ്റെ ആൻസർ ആയി നമുക്ക് അവസാനം എന്ത് കിട്ടിയത്? V is equal to 1/4πε0 Q by R കിട്ടിയത് അല്ലേ? കാരണം Q0 പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും, പിന്നെ സോഴ്സ് ചാർജ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് V is equal to W by Q0 equal to 1/4πε0 Q by R. ഇത് പൊട്ടൻഷ്യലാണ്. ഇപ്പം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ആണ് ആ വർക്ക് കണ്ടാൽ മതി, കാരണം വർക്ക് തന്നെയാണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. വർക്ക് ഡൺ പെർ ചാർജ് കണ്ടാൽ പൊട്ടൻഷ്യൽ കിട്ടും, വർക്ക് കണ്ടാൽ എനർജി കിട്ടും. കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്, ദിസ് വർക്ക് സ്റ്റോർ ആസ് പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. വർക്ക് ഡൺ പെർ ടെസ്റ്റ് ചാർജ് ചെയ്താൽ പൊട്ടൻഷ്യലും കിട്ടും. ക്ലിയർ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യു എന്നുള്ള എനർജി കാണാൻ ആരെ കണ്ടാൽ മതി? വർക്ക് കണ്ടാൽ മതി. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ യു ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? V into Q0 ചെയ്താൽ മതി. ക്ലിയർ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു V into Q0. V നമുക്ക് കിട്ടി, എന്താ കിട്ടിയത്? 1/4πε0 Q by R അല്ലേ? അപ്പോൾ U ഇസ് ഈക്വൽ ടു 1/4πε0 അല്ലേ? Q. ഇവിടെ പിന്നെ ആരും ഉണ്ട്? Q0 ഉണ്ട്. Q0 ഡിവൈഡിങ് ബൈ R. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല. ക്ലിയർ? ഡെറിവേഷനൊക്കെ എളുപ്പമാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഏതാ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V is equal to W by Q0. ഇത് നമുക്ക് കിട്ടിയിട്ട് 1/4πε0 Q by R. ഈ വർക്ക് കണ്ടാൽ എനർജി കിട്ടി. വർക്ക് is equal to U equal to work equal to V into Q0. V ക്ക് 1/4πε0 Q by R. Q0 വരും. ക്ലിയർ? അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഫോഴ്സിന് എന്താ ഫോർമുല? മാറിപ്പോയത് ഈ 4 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് എനർജി. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് വെച്ച് ചെയ്താൽ മതി. പൊട്ടൻഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ സൈന് നോക്കണം മാത്രം. പ്ലസ് ആണെങ്കിൽ പ്ലസ് വെച്ച് ചെയ്യണം, മൈനസ് ആണെങ്കിൽ മൈനസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? 1/4πε0 Q1 Q2 by R² വരും. ക്ലിയർ? ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ 1/4πε0 Q by R² വരും. ഇനി പൊട്ടൻഷ്യൽ ആണെങ്കിൽ 1/4πε0 Q by R വരും. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ 1/4πε0 Q1 by R. 2 ചാർജ്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. ഫോഴ്സിന് 2 ചാർജ് വേണം, പൊട്ടൻഷ്യൽ എനർജിക്കും 2 ചാർജ് വേണം. പക്ഷേ ഫോഴ്സിൽ ഇവിടെ R² വരും, പൊട്ടൻഷ്യലിക്ക് R മാത്രം. ക്ലിയർ? ഇനി ഇലക്ട്രിക് ഫീൽഡിന് Q by R² വരും, പക്ഷേ പൊട്ടൻഷ്യലിന് Q by R ഉണ്ടാവുള്ളൂ. ക്ലിയർ? അപ്പോൾ 4 ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുക? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി, ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ 1-2 കേസസ് ഞാൻ പറയാം. കേസ് 1 എഴുതുക. 2 പാർട്ടിക്കിൾ സിസ്റ്റം.
ടു പാർട്ടിക്കിൾ സിസ്റ്റം. ഞാനൊരു ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വർക്ക് ചോദിച്ചാലും പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാലും ഒരേ ഫോമുലയാണ്. ക്ലിയർ? അപ്പോൾ ടു പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതാണ് ടു പാർട്ടിക്കിൾ സിസ്റ്റം. ഇത് Q1, ഇത് Q2, ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ 6. രണ്ട് ചാർജ് ഉണ്ട്, Q1, Q2, ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ 6. ക്ലിയർ? ഇതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇപ്പോൾ ഫോഴ്സ് എല്ലാം എന്താണ് കാണുന്നത്? എനർജി. എനർജി എളുപ്പമാണ്. U is equal to 1/4πε0 Q1 Q2 by R. രണ്ട് ചാർജ് വരും. ക്ലിയർ? Q1 Q2 by R. അപ്പോൾ U is equal 1/4πε0 Q1 Q2 by R. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പ്ലസും ഇത് പ്ലസും ആണെങ്കിൽ രണ്ട് പ്ലസ്, ഇത് പ്ലസും ഇത് മൈനസും ആണെങ്കിൽ അവിടെ മൈനസ് വരും. കാരണം പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. ക്ലിയർ? അപ്പോൾ ഇതാണ് U. ഇനി അടുത്ത ഞാൻ പറയുന്ന കേസ് 2. കേസ് 2 പറയുന്നത് ഞാനൊരു 3 പാർട്ടിക്കിൾ സിസ്റ്റമാണ്. കേസ് 2 3 പാർട്ടിക്കിൾ സിസ്റ്റം. കേസ് 2 3 പാർട്ടിക്കിൾ സിസ്റ്റം. 3 പാർട്ടിക്കിൾ സിസ്റ്റം ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തു വിചാരിക്കാം. ഒരു ട്രയാങ്കിൾ എടുത്തു. ഇവിടെ ഞാനൊരു ചാർജ് വെച്ചു, ഇവിടെ ഒരു ചാർജ് വെച്ചു, ഇവിടെ ഒരു ചാർജ്. ഈ ചാർജ് ഞാൻ Q1 എടുത്തു, ഈ ചാർജ് ഞാൻ Q2 എടുത്തു, ഈ ചാർജ് ഞാൻ Q3 എടുത്തു. ക്ലിയർ? 3 ചാർജ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R12 എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R23 എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R13 എടുത്തു. ക്ലിയർ? ഡിസ്റ്റൻസ് എടുത്തു, കാരണം ഡിസ്റ്റൻസ് വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറഞ്ഞാൽ U is equal to ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ സൈന് മാത്രം നോക്കിയാൽ മതി. സൈൻ ഉണ്ടെങ്കിൽ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല, സ്കാലാർ ആണ്. അപ്പോൾ ഇയാളും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? Q1ഉം Q2 തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി, Q2ഉം Q3 തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി, Q1ഉം Q3 തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി. മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. സൈൻ ഉണ്ടെങ്കിൽ വിത്ത് സൈനോടുകൂടി. ക്ലിയർ? അപ്പോൾ ആദ്യം ഞാൻ ഇയാളും നോക്കുമ്പോൾ എന്ത് വരും? 1/4πε0 കോമൺ ആണ്. എല്ലാവർക്കും ഈ 1/4πε0 കോമൺ ആവില്ലേ? ഇനി ആദ്യം ഇയാളും നോക്കി, ഈ പെയേഴ്സ് നോക്കാം. എന്താ വരിക? Q1 Q2 by R12. ക്ലിയർ? പ്ലസ് അടുത്ത ഈ പെയർ നോക്കാം. എന്താ വരിക? Q2 Q3 ഡിവൈഡിങ് ബൈ R23. ക്ലിയർ? പ്ലസ് അടുത്തത് ഈ പെയർ നോക്കാം. ഈ പെയർ എന്താ വരിക? Q1 Q3 by R13. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് 3 പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി എല്ലാ പൊട്ടൻഷ്യൽ എനർജി കൂടി. പക്ഷേ ഇത് ഇയാളുടെ സൈന് മൈനസ് ആണ്, കൂടെ ചെയ്യുമ്പോൾ മൈനസ് വരാം. കാരണം ഇവിടെയൊക്കെ ചിലപ്പോൾ മൈനസ് വരാം. ക്ലിയർ? സൈനും കൂടി നോക്കി ചെയ്യണമെന്ന് മാത്രം. ഇനിയിപ്പോൾ ഒരു 4 പാർട്ടിക്കിൾ സിസ്റ്റം ഞാൻ എടുത്തു വിചാരിക്കുക. കേസ് 4 ഒരു 4 പാർട്ടിക്കിൾ സിസ്റ്റം. 4 പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരു സ്ക്വയർ എടുത്തു വിചാരിക്കുക. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ എടുത്തു. സ്ക്വയറിൻ്റെ സൈഡ്സ് ഒക്കെ ഞാൻ സെയിം എടുത്തു. ഞാൻ ഇവിടെ ഒരു ചാർജ് വെച്ചു, ഇവിടെ ഒരു ചാർജ് വെച്ചു, ഇവിടെ ഒരു ചാർജ് വെച്ചു, ഇവിടെ ഒരു ചാർജ്. എല്ലാ ചാർജും ഞാൻ സെയിം എടുത്തു. ഞാൻ പറഞ്ഞു എളുപ്പത്തിന് വേണ്ടിയാണ്. എപ്പോഴും ചാർജ് സെയിം വന്നോളന്നില്ല, ചിലപ്പോൾ ഡിഫറൻ്റ് ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ ഓരോന്നും ചെയ്യണം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു? ഒരു സ്ക്വയർ എടുത്തു. ആ സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും എടുത്തു. ഓരോ കോർണറിലും ഞാൻ എന്തെടുത്തു? Q എന്നുള്ള ചാർജ് വെച്ചു അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇയാളും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? ക്ലിയർ? പിന്നെ ഇയാളും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? പിന്നെ ഇയാളും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? ഇയാളും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? അപ്പോൾ ഈ കോർണേഴ്സിലെ ചാർജുകൾ തമ്മിൽ എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്? 4 ടൈംസ് ഇല്ലേ? ഇയാളും 1. കാരണം ഇവിടെ ഈ ചാർജും സെയിം, ഡിസ്റ്റൻസും സെയിം. അപ്പോൾ ഇയാളും അടുത്തത്, ഇയാളും അടുത്തത്. അപ്പോൾ 4 ടൈംസ് വരില്ലേ? ഓരോന്ന് ഇൻഡിവിജ്വൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ചാർജും ഡിസ്റ്റൻസും സെയിം ആയ കാരണം. പക്ഷെ ഡിഫറൻ്റ് ആണെങ്കിൽ ഓരോന്നും കാണണം അല്ലേ? അപ്പോൾ 4 ടൈംസ് കോർണേഴ്സ് വരും. പിന്നെ എത്ര ടൈംസ് ഉണ്ട്? പിന്നെ ഇയാളും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? പിന്നെ ഇയാളും തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? ക്ലിയർ? അപ്പോൾ 4 ടൈംസ് സൈഡ്സ്, 2 ടൈംസ് ഡയഗണൽ ആണോ? അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 4 ടൈംസ് സൈഡ്സ് അല്ലേ? പ്ലസ് 2 ടൈംസ് ഡയഗണലും. മനസ്സിലായോ? 4 ടൈംസ് സൈഡ്സ് പ്ലസ് 2 ടൈംസ് ഡയഗണൽ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ നോക്കുക, ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടേണ്ട. ആ ഡിസ്റ്റൻസ് എത്ര വരിക? ആ ഡിസ്റ്റൻസ് സാധനം √2a അല്ലേ വരിക? ആ ഡിസ്റ്റൻസ് സാധനം എത്ര വരിക? √2a വരും. കാരണം ഇത് a പൈതഗോറസ് തിയറം വെക്കുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരും? √2a വരില്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക എന്താ കിട്ടുക? U is equal to സൈഡുകൾ തമ്മിൽ എത്ര വരിക? 4 × 1/4πε0.
രണ്ട് ചാർജ് സെയിം അല്ലേ, അപ്പോൾ Q²/A എടുക്കാം അല്ലേ. Q1 Q2 പകരം രണ്ട് ചാർജ് സെയിം Q²/A, A² എഴുതെടുക്കാം. A² എഴുതിയ ഫോഴ്സ് ആവും. അപ്പോൾ 4 × 1/4πε0 Q²/A പ്ലസ് ഇത് 4 സൈഡുകൾ നമ്മൾ. ഇനി ഡയഗണൽസ് തമ്മിൽ 2 ടൈംസ്, അപ്പോൾ 2 × 1/4πε0 അതും Q² തന്നെ. Q² പിന്നെ √2A മതി, സ്ക്വയർ ചെയ്യരുത്, √2A. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. ഇപ്പോൾ ഇയാളും പ്ലസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? യുവിൻ്റെ വാല്യൂ പോസിറ്റീവ് കിട്ടും. ക്ലിയർ? ഇനി ഇയാൾ പ്ലസും ഇയാൾ മൈനസും ആണെങ്കിൽ യുവിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്തും കിട്ടും? പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവും വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ യു പോസിറ്റീവ് വന്നാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ അത് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. യു നെഗറ്റീവ് വന്നാൽ അട്രാക്റ്റീവും ആയിരിക്കും. ശരിയാണോ? കാരണം ഇതും പ്ലസും വന്ന് ഈ രണ്ട് ചാർജ് റിപ്പലാണ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. കൂളംസ് ഫോഴ്സ് റിപ്പൽസീവ് ആയിരിക്കും. ഇനി പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂളംസ് ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ? ഇതാണ് നമ്മൾ സാധനം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേമും കൂടി പഠിക്കാം. അത് വരുന്നതാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് വരുന്ന ഒരു ടേമാണ് ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് അതിന് നമ്മൾ സാധനം EV എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇലക്ട്രോൺ വോൾട്ട് EV, ഈ ക്യാപിറ്റൽ V വോൾട്ടേജ്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊരു എനർജി തന്നെയാണ്. അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ എഴുതാം. ഇലക്ട്രോണിൻ്റെ എനർജി acquired by an electron when accelerated through a potential difference of 1 volt. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയാം. നമ്മൾ ആറ്റംസിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് EV, ആറ്റംസിൽ പഠിച്ചില്ല EV എന്നുള്ള ടേം പഠിച്ചിട്ടുണ്ടാവും. അല്ല ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജിയൊക്കെ EVയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഇലക്ട്രോൺ വോൾട്ട്. ഈ ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ചാർജിന് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ പറ്റും ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവറിലേക്ക്. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഒരു എനർജി ഉണ്ടാവില്ലേ, കൈനറ്റിക് എനർജി. ആ എനർജിനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോൾ അയാൾക്ക് അക്വയർ ചെയ്യുന്ന എനർജി അത് കൈനറ്റിക് എനർജിയുടെ ഫോമിലായിരിക്കും. ആ എനർജിനെ നമ്മൾ എന്താ പറയുക? ഇലക്ട്രോൺ വോൾട്ട്. അതാണ് ഡെഫിനിഷൻ. എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. ക്ലിയർ? അപ്പോൾ ഓൾറെഡി വിക്ക് നിങ്ങളൊരു ഫോമിൽ പഠിച്ചിട്ടുണ്ട്. V = W/Q അല്ലെ? V = W/Q, വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ്. ഈ വർക്ക് കണ്ടാൽ അത് തന്നെയല്ലേ എനർജി ആയിട്ട് മാറുക. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഒക്കെ ആണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വർക്ക് കണ്ടാൽ മതി. കാരണം വർക്ക് ഡൺ പെർ ചാർജ് പൊട്ടൻഷ്യലാണ്. വർക്ക് കണ്ടാൽ എനർജി കിട്ടും. അപ്പോൾ W = U = അല്ലെങ്കിൽ W കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? W = V × Q കിട്ടൂലേ? W = V × Q. ക്ലിയർ? ഇപ്പം ആരാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്? ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ് അല്ലേ? എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ആണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് അല്ലേ? എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 1 വോൾട്ട്. അപ്പോൾ വിക്ക് നമുക്ക് എന്തെടുക്കാം? 1 × Q എത്രയാണ്? 1.6 × 10⁻⁻19. കാരണം അത് 1 എന്ന് പറഞ്ഞാൽ 1 വോൾട്ട്. 1 വോൾട്ട് × 1.6 × 10⁻⁻19 കൂളം. കാരണം ഈ ആക്സിലറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ കേട്ടോ, ഞാൻ സൈൻ നോക്കിയിട്ടില്ല, വാല്യൂ 1.6 × 10⁻⁻19 കൂളം. ഇതിനെ നമ്മൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഓൾവേസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂളാണ്. കാരണം ഈ വോൾട്ട് × കൂളം എന്ന് പറഞ്ഞാൽ വർക്ക് കിട്ടും. വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്. കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ വോൾട്ട് × കൂളം എന്ന് പറഞ്ഞാൽ വർക്ക് കിട്ടും. വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എപ്പോഴും ആർക്ക് തുല്യമാണ്? ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. ആറ്റംസിലും ന്യൂക്ലിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് മാറ്റാൻ. കാരണം ജൂളാണ്
എനർജീൻ്റെ SI യൂണിറ്റ്. ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്ന് മാത്രം. നമ്മുടെ ഇലക്ട്രോൺ വോൾട്ടിൽ എനർജി എക്സ്പ്രസ് ചെയ്യാറുണ്ടെന്ന് മാത്രം. പക്ഷേ SI യൂണിറ്റ് എപ്പോഴും ആരാണ്? ജൂളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഓൾവേസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ. ക്ലിയർ? അപ്പോൾ 10 ഇലക്ട്രോൺ വോൾട്ടിനെങ്കിൽ ഇൻറ്റു 10 ചെയ്താൽ മതി. 25 ഇലക്ട്രോൺ വോൾട്ടെങ്കിൽ ഇൻറ്റു 25 ചെയ്താൽ മതി. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക. എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് 1 ഇലക്ട്രോൺ വോൾട്ട് ആർക്ക് തുല്യമായിട്ട് കിട്ടും? 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ. ക്ലിയർ?